ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മസ്കറ്റ് ടു കസബ് വ്ളോഗാണ്, ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇത് കണ്ടൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്. അപ്പോൾ ഈ വ്ളോഗ് അപ്ലോഡാക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് എഡിറ്റാക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളിതാ മസ്കറ്റ് എയർപോർട്ടിലാണ് ഉള്ളത്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ ഉറങ്ങീന് ഫ്ലൈറ്റിൽ. അപ്പോൾ ഉറക്കം തൂങ്ങിയോണ്ട് ഇനി ഞാൻ വന്നത്. അതുകൊണ്ട് പിന്നെ ഫോണിൽ ചാർജും ഇല്ല. ഇനി അന്നേരം എന്താ പറയുക, ദീദി എന്തൊക്കെ എടുത്തേക്കണ്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ഫുൾ ഉറക്കം തൂങ്ങിയാണ്. പിന്നെ അങ്ങോട്ട് വന്ന് മുഖമൊക്കെ കഴിക്കിപ്പോൾ റെഡിയായി അങ്ങനെ. അപ്പോൾ ഇപ്പം ബോർഡിംഗ് പാസ് എടുക്കുക. ഒരു സ്റ്റിക്കർ എന്തോ വാങ്ങിച്ചു പറഞ്ഞോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇതായിരുന്നു അങ്ങനെ കുറേ നിന്നതിന് ശേഷം ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് എടുക്കാനുള്ളതായി. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. ഓൾ കണ്ണൂരിൽ നിന്ന് മസ്കറ്റിലേക്ക് വന്നതാണ്. ഓളെ ഉപ്പയമ്മയൊക്കെ കസബ് തന്നെയാണ്. ഓൾ 10th ആയതുകൊണ്ട് ഓള് നാട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയപ്പം ഓളും പോകുന്നതായിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ കൂട്ടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓളെയും കൂട്ടി. എന്നിട്ടിപ്പം ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, ഫ്ലൈറ്റുള്ള സ്ഥലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി സീറ്റിലൊക്കെ ഇരുന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷന് ടി വിയിലിട്ട് എന്നൊക്കെയായിരുന്നു. يرجى سحب القناع للأسفل بقوة لتنشيط تدفق الأكسجين، ثم وضع القناع فوق الأنف والفم والدلق بشكل طبيعي. لإحكام القناع يرجى شد الشريط المطاطي. احرصوا دائما على إحكام تنفيذ قناعكم أولا قبل مساعدة الآخر. نذكركم بأن التدخين غير مسموح به بمزيد سجائر إلكترونية، وجميع دورات المياه مزودة بأجهزة الكشف عن الدخان. في حالة تعطل رؤية الماسورة فإن المصابيح المشعة للضوء الموجودة بالأرضية سوف ترشدكم إلى مخارج الطوارئ. توجد 8 مخارج للطوارئ على متن هذه الطائرة، 4 أجنبية
മസ്കറ്റ് ടു കസബിലേക്ക് 45 മിനിറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കോൾഡ് വാട്ടറും പിന്നെ മാംഗോ ജ്യൂസും ആയിരുന്നു തന്നിരുന്നത്. ഞാൻ മാപ്പ് ഇങ്ങനെ ഇട്ടിട്ടായിരുന്നു പോയത്. പിന്നെ ഗൈസ് ഈ ഡോട്ട് മാതിരി ഇങ്ങനെ കാണിക്കുന്ന എന്താണെന്നറിയോ, ഒക്കെ ബോട്ടുകളാണ് ഗായ്സ്. അങ്ങനത്തെ നമ്മൾ കസബിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ആവാനുള്ള ഇതിലാണ്. അന്നേരം എന്തോ അവിടുന്ന് ചുറ്റി വളഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. മാപ്പിലുണ്ടത് കണ്ടോ ഗൈസ്, കുറച്ചിങ്ങനെ ചുറ്റി വളഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ എത്താൻ നേരത്തെ നമ്മൾ എല്ലാ വ്യൂവും എനിക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. ഗായ്സ് അറ്റ് ലാസ്റ്റ് നമ്മളെ കസബിൽ എത്തി ഗായ്സ്. ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ എത്തി. അപ്പം ഗായ്സ് ഇനി പപ്പ ഉണ്ടാവും അവിടെ വെയിറ്റ് ചെയ്യുന്നതിന്. നമുക്ക് ഫ്ലൈറ്റ് നിർത്തിയിട്ട് നേരെ പോയോക്കാം പപ്പ ഉണ്ടോ അവിടെ. ഗായ്സ് അപ്പോൾ നമ്മൾ അങ്ങനെ കസബിലെത്തി ഗായ്സ്. ഇനി നമുക്ക് ഓരോ സ്ഥലത്തും വിസിറ്റ് ചെയ്യണം. അതിൻ്റെ ഓരോ വ്ളോഗായിരിക്കും ഇൻഷാ അല്ലാഹ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വരുന്നേരം ബൈ ബൈ.